അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ സുദിനത്തിൽ അതിന്റെ രാവിൽ ഓതേണ്ട ഒരു മഹത്തായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ നമ്മളുമായി പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പെരുന്നാളിന്റെ രാവധി മഹത്തായ രാവാണ്. ഈ സൂറത്ത് നിങ്ങളൊന്ന് ഓതി നോക്കുക. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ മഹത്തായ സൂറത്ത് ആ പെരുന്നാൾ രാവിലെ നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ചവൻ നിറവേറ്റി തരുന്നതാണ്. നിങ്ങൾ അടഞ്ഞ വഴികൾ അല്ലാഹു വിശാലമാക്കി തരുന്നതാണ്. ജീവിതത്തിൽ അല്ലാഹു വെളിച്ചം വീശപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നമ്മൾ പരിശുദ്ധ റമദാനിലെ പുണ്യമായ രാത്രികളിൽ ഇബാദത്തിൽ മുഴുകി അല്ലാഹുവുമായി അടുത്ത് വളരെ തഖ്വയോടെ മുന്നോട്ട് പോയവരാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആഹ്ലാദവും ആനന്ദവും നൽകി പെരുന്നാളിന്റെ ചന്ദ്രകലവാനത്ത് തെളിയുമ്പോൾ നാം ഇതുവരെ ചെയ്ത അമലുകൾ, നാം ഉറക്കമൊഴിഞ്ഞ ദിനരാത്രങ്ങൾ നിങ്ങൾ ആരും വെറുതെയാക്കി കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തവരാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. അതുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ നമ്മൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് മാത്രം ആ ദിവസത്തെ നമ്മൾ വരവേൽക്കുക. പെരുന്നാളിന്റെ അന്ന് നമ്മൾ അല്ലാഹുവിന് ധാരാളം ദിക്റുകൾ ചെല്ലുക, കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കപ്പെടുക, അതുപോലെ തന്നെ സാധുക്കൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യപ്പെടുക. അങ്ങനെ നല്ല പുണ്യസുദിനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ സിനിമ കാണാനോ മദ്യപിക്കാനോ വ്യഭിചരിക്കാനോ ചൂതാടാനോ ഇങ്ങനെയുള്ള അവസരങ്ങളല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഇബാദത്തുകൾ ധാരാളം ചെയ്യാനുള്ളതും കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കപ്പെടാനുമുള്ള മഹത്തായ ദിനമാണ്. അല്ലെ, നമ്മളെ ബന്ധുമിത്രാദികളെ വീട്ടിലൊക്കെ നമ്മൾ പോവുക, സ്വന്തക്കാരൊക്കെ നമ്മൾ കാണുക, അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. ഇതൊക്കെയാണ് പെരുന്നാൾ നാം ആഘോഷിക്കേണ്ടത്. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാകണം. ഹലാലായ രീതിയിൽ കൂടി പെരുന്നാൾ ദിനത്തിൽ വിശക്കുന്നവരായി ആരും തന്നെ ഉണ്ടാകരുത്. അതാണ് നമ്മൾ പെരുന്നാൾ ദിനത്തിൽ നിർബന്ധമായി കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത്. അപ്പൊ ഫിത്ർ സക്കാത്ത് ആരും മറന്നു പോണ്ട. നമ്മൾ പെരുന്നാളിന്റെ രാവിൽ ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്തു തുടങ്ങുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ 5 രാവുകൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ആരെങ്കിലും ഒരാൾ 5 രാവുകൾ ഇബാദത്ത് എടുത്ത് ധന്യമാക്കിയാൽ അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന്, അവന് ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 രാവുകൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണേ. ആ 5 രാവുകൾ ഏതാണ് നമുക്ക് നോക്കാം. അതിൽപ്പെട്ട ഒന്നാണ് ചെറിയ പെരുന്നാളിന്റെ രാവ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ 5 രാവുകൾ ആരെങ്കിലും ഇബാദത്ത് എടുത്ത് ധന്യമാക്കിയാൽ അവന് സ്വർഗ്ഗം ഉറപ്പാണ്. നബിയുനാ റസൂലുള്ളാഹി. അതിൽപ്പെട്ട ഒന്നാണ് ചെറിയ പെരുന്നാള്. ആ ചെറിയ പെരുന്നാളിന് നമ്മൾ വളരെ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളാണ്. ആ മഹത്തായ ദിനത്തിൽ ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. റഹ്മാനായ റബ്ബ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പൊ പെരുന്നാളിന്റെ രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് ആ രാവ് ആരും പാഴാക്കി കളയരുത്. ഒരുപാട് മുഅ്മിനീങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് കുടുങ്ങപ്പെട്ടവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ രാവിൽ, പെരുന്നാളിന്റെ രാവിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് ദുആ ചെയ്യേ. ആ രാവിലെ വലിയ മഹത്വമുണ്ട്. ഈ സൂറത്ത് ഓതി നിങ്ങൾ ദുആ ചെയ്ത് അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അപ്പൊ ഒന്നാമത്തത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാവ് ചെറിയ പെരുന്നാളാണ്. രണ്ടാമത്തത് വലിയ പെരുന്നാളിന്റെ രാവാണ്, വലിയ പെരുന്നാളിന്റെ രാവ്. മൂന്നാമത്തെ ദുൽഹിജ്ജ, 9ാമത്തെ അറഫയുടെ രാവാണ്. 4ാമത്തെ ദുൽഹിജ്ജ 8ാമത്തെ രാവാണ്. 5ാമത്തത് ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാവാണ്. ഈ 5 രാവുകൾ
ദുആക്ക് അല്ലാഹു ഉത്തരം നൽകപ്പെടുന്ന രാവാണ്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പാഴാക്കി കളയല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മഹത്തായ ഒരു സുദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടിയുള്ള മഹത്തായ ഒരു സുദിനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട് എങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കടങ്ങളുണ്ടെങ്കിലും, നിങ്ങൾ ഈ രാവുകളിൽ കണ്ണീരോടുകൂടി റബ്ബിനോട് ദുആ ചെയ്യുക. ഉത്തരം കിട്ടുന്ന രാവുകളാണ്. ആരും അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സൂറത്ത് നിങ്ങൾ നിയ്യത്ത് വെച്ച് ഈ പറയുന്ന രീതിയിൽ, ഈ പറയുന്ന എണ്ണത്തിൽ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. അടഞ്ഞ വഴികൾ അല്ലാഹു തുറന്നു തരും. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഏതാണ് ആ സൂറത്ത്, എത്ര വട്ടമാണ് ഓതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഖുർആനിലെ അവസാനത്തെ 10 സൂറത്തുകളിൽ നിന്നുള്ള ഒരു ചെറിയ സൂറത്താണ് ആ സൂറത്ത്. ഇതാണ് ആ സൂറത്ത് നസ്ർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ മഹത്തായ സൂറത്ത് പെരുന്നാളിന്റെ രാവിലെ ഓതാൻ പറ്റിയ സൂറത്താണ്. ഈ സൂറത്തിന്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായിക്കുക എന്നൊക്കെയാണ്. കാരണം അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടിയാൽ അത് ഏറ്റവും വലുതാണ്. പടച്ചവനെ, നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാഹ്. ഈ സൂറത്ത് ഓതേണ്ട രൂപം എങ്ങനെയാണ്? സുബഹി നമസ്കാര ശേഷം നിയ്യത്ത് വെച്ച റബ്ബേ, എന്റെ ഇന്ന ആവശ്യം അല്ലാഹുവേ, എന്റെ ഇന്ന ആവശ്യം നിറവേറ്റി തരണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. അവരിങ്ങനെ അല്ലാഹു എന്റെ ഇന്ന ആവശ്യത്തെ നിറവേറ്റണേ അല്ലാഹ് എന്ന നിയ്യത്തോടുകൂടി 101 വട്ടം ഈ ചെറിയ സൂറത്ത് ഓതുക. ശേഷം കണ്ണീരൊഴുക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവേ പടച്ചവനെ, നീ എന്റെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആൻ വലിയ മഹത്വമുണ്ട് റബ്ബേ, എന്റെ ഈ ആഗ്രഹത്തെ നീ പെട്ടെന്ന് നിറവേറ്റി തരണേ അല്ലാഹ് എന്ന് നിങ്ങൾ ഈ പെരുന്നാളിന്റെ രാവിലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതി തുടങ്ങിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയ സൂറത്താണ്. മറ്റുള്ളവർക്ക് കൂടി അറിവുകൾ എത്തിച്ചു കൊടുക്കുക. അവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യട്ടെ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. പെരുന്നാളിന്റെ മനോഹരമായ രാവ്, അത് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എന്റെ ഇണകൾക്കും എല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റമളാന് ഞങ്ങൾ ചെയ്ത പുണ്യ കർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ പടച്ചവനെ. റമളാന് ഞങ്ങൾ ചെയ്ത പുണ്യ കർമ്മങ്ങളുടെ സാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ, എത്രയോ മക്കൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നു. സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന വിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാരുണ്ട് റബ്ബേ, കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. സന്തോഷത്തോടെ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ മുതലിലും, ഞങ്ങളുടെ സന്താനങ്ങളിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ കാര്യങ്ങളും സാധീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ, സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇറങ്ങേറുന്നവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ ഒരു അപകടവും നൽകല്ലേ അല്ലാഹ്. സർവ്വവിധ ബുദ്ധിമുട്ടുകൾ അവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, വിദേശ രാജ്യങ്ങളിൽ നീ റഹ്മാനായ റബ്ബേ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.